الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. إلهي عبدك العاصي أتاك مقرا بالذنوب وقد دعاك، وإن تغفر فأنت بذاك أهله، وإن تطرد ومن يرحم سواك. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون، وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. ഇത്രയും ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമും ഈമാനും തഖ്വയും നമുക്കും അഖിലുകാർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാ അബദ്ധങ്ങളും അല്ലാഹു അഫ്വു ചെയ്യട്ടെ. ആമീൻ. മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ. അവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ആമീൻ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ മഹാന്മാരോട് കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇവിടെ ഇന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സഹോദരൻ ഒരാൾ അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ അല്ലേ ആണ്ട് ദിവസമാണ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാരത്രിക ജീവിതം അല്ലാഹു റാഹത്തിനും സന്തോഷത്തിനുമായി കൊടുക്കട്ടെ. ആമീൻ. ഈ മജ്‌ലിസിന്റെ ഹുർമത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ന്യൂനതകളെയും അല്ലാഹു അഫ്വു ചെയ്തു കൊടുക്കട്ടെ. ആമീൻ. അതുപോലെ നമ്മുടെ അഖിലുകാരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ എല്ലാ ആളുകളെയും അല്ലാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹത്വത്തോടു കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്കും അവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. മുശ്രിക്കീങ്ങളെ അല്ലാഹു കാഫിരീങ്ങളെ അല്ലാഹു നശിപ്പിക്കുകയും മുർസലുകളായ ആളുകളെ തള്ളിപ്പറഞ്ഞതിനുള്ള അല്ലാഹുവിന്റെ ശിക്ഷ അവരുടെ മേൽ ഇറങ്ങുകയും മുൻകാലങ്ങളിലും ഇത്തരത്തിൽ മുർസലുകളെ കളവാക്കുകയും പരിഹസിക്കുകയും ചെയ്ത ആളുകളുടെ നാശത്തിന്റെയും അവരുടെ പരിതാപകരമായ അവരുടെ അവസാനത്തിന്റെയും ഉദാഹരണങ്ങൾ സഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുകയും ചെയ്യും. ഇതാർക്ക് വേണ്ടിയാണ്? ഈ അന്താക്കിയക്കാരിലേക്കല്ല ഖുർആൻ ഇറങ്ങുന്നത്. ഖുർആൻ ഇറങ്ങുന്നത് നമ്മിലേക്കാണ്, അല്ലേ? അപ്പൊ ഇത് നമുക്ക് വേണ്ടിയാണ്, നമുക്കൊരു പാഠമാണ്.
അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളെ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ കളവാക്കുകയും പരിഹസിക്കുകയും അവരെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വന്നു ഭവിക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. എക്കാലത്തും അങ്ങനെ സംഭവിക്കൂ. അന്താക്കിയക്കാരൊന്നും ജീവിച്ചിരിപ്പില്ല. ഈ ജനത ഇത് നമ്മിലേക്കാണ്, നമുക്ക് പാഠമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെ അറിയിച്ചു തരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മുമ്പ് എത്രയോ ആളുകളെ നമ്മൾ നശിപ്പിച്ചു. മിനൽ ഖുറൂൻ, പല കാലക്കാരെയും നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു അവർക്ക് മുമ്പ്. ആ മുർസലുകൾക്ക് നേരെ കളിക്കുന്ന ആളുകളുടെ മുഴുവനും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഒരു പക്ഷെ അവർക്ക് കുറെ ദുൽമ ചെയ്യാൻ പറ്റും, പക്ഷെ അല്ലാഹു തആല അവരെ പിടികൂടുകയും അവരെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. ഇനി അവർ നശിപ്പിച്ചു എന്നതിന്റെ പേരിൽ അവർ തിരിച്ചു വരില്ല എന്നതിനർത്ഥമല്ല. ഈ ജനതയിലേക്ക് അവർ തിരിച്ചു വന്നിട്ടില്ല, ഭൂമിയിലേക്ക് അവർ തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ അവരെ മുഴുവനും ഓരോരുത്തരെയായി നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലെ, ഓരോരുത്തരെയായി നമ്മുടെ മുമ്പിൽ ഹാജരാക്കും. ഈ ഭൂമിയിലേക്ക് അവർ തിരിച്ചു വന്നില്ല എന്നത് ശരി. ഭൂമിയിലേക്ക് അവർ തിരിച്ചു വരാതിരിക്കലും ഇനിയൊരു നന്നാകാനുള്ള അവസരം അവർക്കില്ല. മാത്രമല്ല, മഹ്ശറിൽ വിചാരണ ദിവസം നമ്മുടെ മുമ്പിൽ അവർ ഹാജരാക്കപ്പെടുകയും ചെയ്യും. ഓരോരുത്തരുമായി ഹാജരാക്കപ്പെടുകയും ചെയ്യും. നശിച്ചു പറ്റേ പോണില്ല അവര് എന്ന്. അപ്പൊ പിന്നെ അവിടെ ചോദ്യം, കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പുനർജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾ മരണത്തിന്റെ ശേഷം ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാ നമ്മൾ കുറെ ജീവിക്കുന്നു, പിന്നെ നമ്മൾ മരിച്ചു പോകുന്നു, അതിലപ്പം വേറെന്താ അവിടെ വരാനുള്ളത് എന്നൊക്കെ പറഞ്ഞ പ്രകൃതിവാദികൾ, അല്ലെ, പുനരുദ്ധാരണ ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾ, അവരൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. മുശ്രിക്കുകളുടെ കൂട്ടത്തിലും കാഫിറുകളുടെ കൂട്ടത്തിലും ഒക്കെ ആ ജാതി ആളുകളുണ്ടായിരുന്നു. പുനർജീവിതത്തെ നിഷേധിച്ചു തന്നെയിരുന്ന ആളുകൾ, അവർക്ക് ഇത് വലിയ ഒരു ചൂട്ടുപിടിക്കലാവും. അവർക്ക് പറയാനല്ലേ, അവർ നശിച്ചു പോയി, അവർ പിന്നെ അങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് അവർ കഴിഞ്ഞു, അങ്ങനെ തീർന്നു പോവുകയാണ്. അല്ല, അവരെ നാം ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. അതിനെന്താ തെളിവ്? ആ തെളിവാണ് ഇനി പറയാൻ പോകുന്നത്. കാഫിരീകൾക്കുള്ള ദൃഷ്ടാന്തമാണ്, അടയാളമാണ്. ഏത് കാഫിരീങ്ങൾ? മുർസലുകളെ കളവാക്കുകയും പുനരുദ്ധാരണത്തെ നിഷേധിച്ചു തള്ളുകയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിനെ സംശയിക്കുകയും ചെയ്യുന്ന കാഫിരീകൾക്കുള്ള ഉദാഹരണമാണ് അൽ അർദുൽ മൈത. അൽ അർദുൽ മൈത, മരിച്ചു കിടക്കുന്ന ഭൂമി. മരിച്ചു കിടക്കുന്ന ഭൂമിയെ നാം ജീവിപ്പിച്ചു. ആ ഭൂമിയിൽ നിന്ന് നാം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഹബ്ബൻ, ധാന്യങ്ങളെ. അവയിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അവർക്ക് അല്ലാഹു അവരുടെ ചുറ്റുഭാഗത്തുള്ള അടയാളങ്ങളെ കുറിച്ച് വിവരിച്ചു കൊടുക്കുക. അവർക്കുള്ള അടയാളമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വജൂദിയത്തിനെ കുറിച്ച്, അല്ലാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കുവാനുള്ള അടയാളം. ഒരു റബ്ബിന്റെ, ഒരു നിർമ്മാതാവിന്റെ സഹായമില്ലാതെ പ്രകൃതിയിൽ നിലനിൽക്കാത്ത ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു വിവരിച്ചു കൊടുക്കുകയാണ്. ഒരു നിർമ്മാതാവില്ലാതെ നിലനിൽക്കാൻ കഴിയാത്തവ, അതിന്റെ ഘടനകളെ അല്ലാഹു വിവരിച്ചു കൊടുക്കുക. ആയത്തുൽ ലഹും എന്ന് പറയുന്നതോടെ തന്നെ മുഅ്മിനീങ്ങൾ ഇതിൽ നിന്ന് പുറത്താണ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹ് അറിയണമെങ്കിൽ ഭൂമിയും ആകാശവും കാണണ്ടോ? അവരത് കാണുന്നതിന്റെ മുമ്പ് അല്ലാഹ് വിശ്വസിച്ചവരാ. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞത് ഭൂമിയെ കണ്ടിട്ടല്ല, സസ്യലതാദികൾ കണ്ടിട്ടില്ല, ആകാശം കണ്ടിട്ടല്ല. അല്ലാഹുവിന്റെ നിഅമത്തുകളെ നോക്കി അതിന്റെ പിന്നിലുള്ള ദാതാവിനെ കുറിച്ച് പഠിച്ച്
വിശ്വസിച്ചവരല്ല മുഅ്മിനീങ്ങൾ. ഈമാൻ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാഹുവിന്റെ അടിമകളും യഥാർത്ഥ അടിമകളും അമ്പിയാക്കളും ആകാശത്തിന്റെയും ഭൂമിയുടെയും മുമ്പ് അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. അവർക്ക് ആകാശം ഭൂമി കണ്ടിട്ടല്ല റബ്ബാന മനസ്സിലാക്കിയത്. എന്നാൽ ഭൂമി അള്ളാഹുവിനെ അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതിന് മാത്രം യോഗ്യമല്ല. ഭൂമിയല്ല അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തത്, അവർ അള്ളാഹുവിനെ ഇതിന്റെയും മുമ്പ് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ പറഞ്ഞതായിരിക്കാം ഇത് കാഫിര്യങ്ങൾക്ക് മാത്രമാണ്. കാഫിര്യങ്ങൾക്ക് വൈബായ കാര്യങ്ങളെ വിശ്വസിക്കാൻ പ്രാപ്തമായിരിക്കും മുഅ്മിനീങ്ങളുടെ കൽബ്. സൂറത്തുൽ ബഖറ പറയുന്നത് എങ്ങനെയല്ലേ? ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഈ ഗ്രന്ഥം മുത്തഖീങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമാണ്, മാർഗനിർദ്ദേശം നൽകുന്ന ഗ്രന്ഥമാണ്. എന്നിട്ട് മുത്തഖീങ്ങളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ വാചകം എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവർ, ഗൈബിയായ കാര്യങ്ങളെ അതെന്താ അന്ധമായി വിശ്വസിക്കല്ല, അവരുടെ കൽബ് അതിന് പ്രാപ്തമായിരിക്കും. അവരുടെ കൽബ് അങ്ങനെ സംഭവിക്കാം, ഇത് ഉൾക്കൊള്ളാൻ അവരുടെ കൽബ് പ്രാപ്തമായിരിക്കും. മുഅ്ജിസത്തുകളെ കുറിച്ച് പറയുമ്പോ, കറാമത്തുകളെ കുറിച്ച് പറയുമ്പോ നോക്ക്, അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ മുഅ്മിനീങ്ങളും കണ്ടു, കാഫിരീങ്ങളും കണ്ടു, അല്ലേ? മുഅ്മിനീങ്ങളും കണ്ടു, കാഫിരീങ്ങളും കണ്ടു. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് മുഅ്ജിസത്ത് ആവശ്യപ്പെട്ട ജനതയ്ക്ക് മുന്നിൽ ഒട്ടകത്തെ തന്റെ മുന്നിലുള്ള വലിയ പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകം പ്രസവിക്കുന്ന രൂപത്തിൽ പുറത്തേക്ക് വരുന്ന സമയം മുഅ്മിനീങ്ങളും കണ്ടു, കാഫിരീങ്ങളും കണ്ടു. എല്ലാവരും ഒരുപോലെ കണ്ടത്. പക്ഷേ മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിച്ചു. കാഫിരീങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദാ ലസിഹ്റുൻ മുബീൻ, ഇത് വല്ലാത്ത മാരണം തന്നെയാണല്ലോ. രണ്ടാളും ഒരുപോലെ കണ്ടത്. പക്ഷെ ഒരു വിഭാഗത്തിന് അത് ഈമാൻ വർദ്ധിച്ചു മുഅ്മിനീങ്ങൾക്ക്, മറ്റേ വിഭാഗത്തിന് അവർക്ക് അവരുടെ കുഫ്ർ വർദ്ധിക്കുകയും ചെയ്തു. അപ്പൊ എന്താ? കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് കാര്യമില്ല. പിന്നെ വൈബിയായ കാര്യങ്ങളെ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. മുഅ്മിനീങ്ങൾക്ക് അതിന് കഴിയും. കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിയും. അവർ യുക്തിവാദികളായിരിക്കും. അവർക്കെല്ലാം മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ, കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിഹാസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കളുടെ മഹത്വവും അള്ളാന്റെ മഹത്വവും ഒന്നും പറഞ്ഞ കാര്യമില്ല. അവർക്ക് അവരെ കണ്ണുകൊണ്ട് കാണുന്ന ഉദാഹരണം അത് വിവരിച്ചു കൊടുക്കുകയാണ്. പ്രബോധനത്തിന്റെ ഒരു രീതിയും കൂടിയാണ്. അവരുടെ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങൾ, അവർക്ക് നോക്കിക്കാണാവുന്ന കാര്യങ്ങൾ. അതെന്താ? അൽ അർദുൽ മൈത, മരിച്ചു കിടക്കുന്ന ഭൂമികൾ, സസ്യലതാദികൾ മുളക്കാൻ പാകപ്പെട്ടിട്ടില്ലാത്ത അവസ്ഥയിൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമി, അതാണ് മരിച്ചു കിടക്കുന്ന ഭൂമി. ആ ഭൂമിയെ നാം ജീവിപ്പിച്ചു. എങ്ങനെ? ആ ഭൂമിയിൽ നിന്ന് നാം ധാന്യങ്ങളെ പുറത്തു കൊണ്ടുവന്നു, പുറപ്പെടുവിച്ചു. ഭൂമിക്ക് ജീവനുണ്ട് എന്നതിന്റെ തെളിവാണെന്ന് ഊശര ഭൂമി എന്നൊക്കെ പറയും. നമ്മള് മുളക്കാത്ത ഭൂമിയെ അല്ലേ ഊശര ഭൂമി എന്നൊക്കെ പറയും. ഭൂമിക്ക് ജീവനുണ്ട് എന്നതിന്റെ തെളിവാണ് ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ മുളച്ചു പൊന്തി വരിക എന്ന്. ഭൂമിയോടെ അവിടെ ആ ഭൂമിക്ക് ജീവനുണ്ട് എന്നത് തെളിവാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, ഇതേപോലെ തന്നെ അള്ളാഹു മരിച്ച ആളുകളെ അവരെ ഇനി ജീവിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെ. മുമ്പ് നശിച്ചുപോയ ആളുകളെ മഹ്ശറിൽ ഹാജരാക്കുന്നു പറയുന്നത് തെളിവല്ലേ? മരിച്ചു കിടക്കുന്ന, നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെ പുറത്തേക്ക് മുളപ്പിച്ചു കൊണ്ടുവരുന്നവൻ, അതൊരു നോക്കിയാൽ കാണുന്നതല്ലേ? ആർക്കും നോക്കിയാൽ കാണും. അതാരും ചെയ്തു? ഓട്ടോമാറ്റിക്
ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടായതാ? ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത് ആദ്യം അവിടെ ഉണ്ടാകേണ്ടിയിരുന്നല്ലോ. ഇതുവരെ മുളക്കാതെ കിടന്ന ഭൂമിയിൽ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സസ്യലതാദികൾ മുളച്ചു പൊന്തി വരുന്നുവെങ്കിൽ ആരുടെ നിർദ്ദേശത്തിനാണ് ഭൂമി കാത്തുനിന്നത്? ആരുടെ നിർദ്ദേശത്തിനാണ് ധാന്യങ്ങൾ കാത്തുനിന്നത്? ആരാണ് അതിന്റെ പിന്നിൽ? നിങ്ങൾ നോക്ക്, നമ്മളെ കണ്ണുമ്പിൽ കാണുന്ന ചെറിയ ചെറിയ സാധനം, നമ്മളെ കയ്യിൽ ധരിച്ചിരിക്കുന്ന മോതിരം അല്ലേ, നമ്മളെ കയ്യിൽ ധരിച്ച മോതിരം, നമ്മൾ ധരിച്ച വസ്ത്രം, ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ? ഇതിനൊരു ഒരു 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 പിന്നെ പ്രൊഡ്യൂസർ അല്ലേ, ഇതിനൊരു നിർമ്മാതാവുണ്ട്, ഇതിനെ നിർമ്മിച്ച ഒരാളുണ്ട്. ഇതൊന്നും സ്വയം ഉണ്ടായതല്ല. അതൊന്നും ചിന്തിക്കാൻ മനുഷ്യന് വലിയ ബുദ്ധി ആവശ്യമില്ല. അതിനെ കുറിച്ചൊന്നും മനുഷ്യന് തർക്കമില്ല. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നമ്മളെ കയ്യിൽ നിത്യോപയോഗ സാധനങ്ങളായ ഒന്നിനും പറ്റാത്ത സാധനങ്ങൾ പോലും വെറുതെ ഉണ്ടായതല്ല, അതൊക്കെ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഏത് കമ്പനിയുടെ സാധനമാണ് നോക്കുക. ഒരു കമ്പനിയിലെ ആരെങ്കിലും അതിന്റെ പിന്നെ നിർമ്മാതാക്കളായിട്ട് ആരെങ്കിലും ഉണ്ടാവും. ഒന്നും സ്വയം ഉണ്ടായതല്ല. അങ്ങനെ അവർ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളും മുഴുവൻ അങ്ങനെ തന്നെ, അതിലൊക്കെ ഇന്ന ആളുടെ പ്രൊഡക്റ്റ് ആണ് എന്നാണ് അറിയാം. എന്നാൽ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ ഭൂമി, മരിച്ചു കിടക്കുന്ന ഭൂമി, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ചെടികൾ മുളച്ചു പൊന്തി വരുമ്പോൾ എന്താവും? ഇതിന്റെ പ്രൊഡ്യൂസർ എന്താവും അന്വേഷിക്കാത്തത്? ഇതിന്റെ നിർമ്മാതാവിനെ എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നില്ല? അവൻ കാണുന്നില്ല. അപ്പോ മൗനിയാവുക, അപ്പോ ഉണ്ടാതിരിക്കുക, അപ്പോ പ്രകൃതിവാദിയാകുക, അല്ലേ? പ്രകൃതിവാദിയാവുക. ഇതൊക്കെ താനെ ഉണ്ടായതാണെന്ന് പറയാം. അനാദികാലത്ത് ഭൂമി പൊട്ടിത്തെറിച്ചു. തോന്നിയ ദിവസം പറയാനല്ല ഒരു അന്തമില്ലാത്ത വർത്തമാനം. അതിനുശേഷം അടുത്ത ആഴ്ച ക്ലാസ് വരുന്നത്. അടുത്ത ആഴ്ച ഭൂമിയെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം പിന്നെ അല്ലാഹു തആല ആകാശ സംബന്ധിയായ വിഷയങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ രസകരമായ അവതരണം. അതാണ് അടുത്ത ഇതിന്റെ ബാക്കി പറയാനുള്ളത്. നമുക്ക് അവിടെ പറയാം. അവ മനുഷ്യർ അതൊന്നും അന്വേഷിക്കുന്നില്ല. നോക്കട്ടെ, അവർക്കുള്ള തെളിവാണത്. മരിച്ചു കിടന്ന ഭൂമികളെ നാം ജീവിപ്പിക്കുകയും ആ ഭൂമിയിൽ നിന്ന് ധാന്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരികയും അതിൽ നിന്ന് അവർ കഴിക്കുകയും ചെയ്യുന്നു. അവര് ഭക്ഷിക്കുന്നതാണ്. അവരുടെ ജീവിതവുമായി എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ്. അവർക്ക് എന്തുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കട്ടെ. അപ്പോൾ അവർക്ക് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون وجعلنا فيها ഭൂമിയിൽ നാം ഉണ്ടാക്കി. ആ ഭൂമിയിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു ജന്നാത്ത്, തോട്ടങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു. മുന്തിരിയാനുള്ള തോട്ടങ്ങളും ഈത്തപ്പനയാനുള്ള തോട്ടങ്ങളും. ആ ഭൂമിയിലൂടെ നാം അരുവികളെ ഒഴുക്കുകയും ചെയ്തിരിക്കുന്നു. അരുവികളെ ഉറവ പൊട്ടിക്കുക, ഒഴുക്കുക എന്നൊക്കെ പറയും. ഉറവ ഇത് വലിയ അന്നത്താണ്. ഈ തപ്പനയുടെയും മുന്തിരിയുടെയും ഫലങ്ങളിൽ നിന്ന് അവർക്ക് കഴിക്കാൻ വേണ്ടി ഈ ഒഴുകിയ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവർ അധ്വാനിച്ചുണ്ടാക്കിയവയിൽ നിന്നും അവർക്ക് കഴിക്കാൻ വേണ്ടി അവർ നന്ദി കാണിക്കുന്നില്ലേ? ഇതൊക്കെ ചെയ്തിട്ടും ഇവർക്കുള്ള ദൃഷ്ടാന്തമാണിത്. അവരുടെ ചുറ്റുഭാഗത്തുമുള്ള അവർക്ക് കാണാൻ കഴിയുന്ന ഈത്തപ്പന തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ആരേതുണ്ടാക്കി? ആരാണ് ആ തോട്ടങ്ങളുടെ നിർമ്മാതാവ്? അവരൊക്കെ ജനിക്കുന്ന കാലത്തെ അവർ ഈ
ഈത്തപ്പഴം അവിടെ കാണുന്നുണ്ട്, മുന്തിരി അവിടെ കാണുന്നുണ്ട്. അവര് ചിലപ്പോൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവാം, എന്നാലും ഈ സാധനം ഇവിടെ ഭൂമിയിൽ വരണ്ടേ? ആരാ എന്തിനാ ഈത്തപ്പഴം മുന്തിരിയും പറഞ്ഞു? അതിന് പ്രത്യേകത ഉണ്ടല്ലേ? ഈത്തപ്പഴവും മുന്തിരിയും പറഞ്ഞാൽ അതില് ധാന്യങ്ങളും പെട്ടു, പഴവർഗ്ഗങ്ങളും പെട്ടു. അതിനുവേണ്ടി ഷോർട്ടാക്കി പറഞ്ഞതാ. എല്ലാ പഴങ്ങളെയും കൂടി പറയണ്ടല്ലോ. മുന്തിരി ഫ്രൂട്ട്സ് ആണ് അല്ലെ, മുന്തിരി പഴങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാ. ഈത്തപ്പഴം പൂത്താണ്, ധാന്യങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാ. സക്കാത്തൊക്കെ കൊടുക്കണ്ട ഈത്തപ്പഴത്തിന്. അപ്പോ ധാന്യങ്ങളും, അപ്പൊ അതുമായി ബന്ധപ്പെട്ടെല്ലാം നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി ധാന്യങ്ങളായിട്ട് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ, പഴവർഗ്ഗങ്ങളായിട്ട് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇരിക്കണം. അതിന് അല്ലാഹു തആല അതിന്റെ സിമ്പലായിട്ട് രണ്ട് ഓരോ വസ്തുക്കളെ ഓരോ വിഭാഗത്തിൽ നിന്നും പറഞ്ഞു മാത്രം. മനസ്സിലായോ? വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീൽ. നമ്മുടെ നാട്ടിലാണെങ്കിലോ, തോട്ടങ്ങളില്ലേ, എല്ലാ തോട്ടങ്ങളും ഇപ്പോഴും തെങ്ങും ഒക്കെ ഇപ്പോഴും എല്ലാ തോട്ടങ്ങളും. ആരാ അതിന്റെ ആള്? ആരാണ്? എല്ലാ നാട്ടിലും എല്ലാ കൃഷി ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവും? ഇല്ല. എല്ലാ നാട്ടിലും എല്ലാം ഉണ്ടാവില്ല. ഓരോ നാട്ടിലും ആ നാട്ടുകാരുടെ വായക്കനുസരിച്ചും അവരുടെ ശാരീരിക ഘടനക്കനുസരിച്ചുള്ള ഭക്ഷണമാണ് ഓരോ നാട്ടിലുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈത്തപ്പഴം മാത്രം തിന്നിട്ട് ഇവർക്ക് ജീവിക്കാൻ കഴിയൂടെ? നമ്മളെ കൂടെ കഴിയില്ല. നമുക്ക് പള്ളാർച്ച നെയ്ച്ചോറും ബിരിയാണി അടിച്ചു മാറണ്ടേ അല്ലേ? ഓരോ നാട്ടുകാർക്കും അല്ലാഹു തആല അതിനുള്ള അനുസരിച്ചുള്ള ഭക്ഷണ രീതികളും പഴങ്ങളും ധാന്യങ്ങളും ഒക്കെ അനുസരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഈത്തപ്പഴത്തിന് വേറെ പ്രത്യേകതകളുണ്ട്. ഈത്തപ്പഴവും മുന്തിരി അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. ഈത്തപ്പഴവും മുന്തിരിയും അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലുള്ള പല ഫ്രൂട്ട്സുകളും പുറത്തറിഞ്ഞോളൊന്നുമില്ല. ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പല ഫ്രൂട്ട്സും എല്ലാ രാജ്യത്തും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഈത്തപ്പഴവും മുന്തിരി അങ്ങനെയല്ല. അത് എല്ലാ രാജ്യത്തേക്കും കൊണ്ടുപോകപ്പെടുന്ന ഒരു വിഭവമാണ്. എല്ലാ ഏത് രാജ്യത്ത് പോയാലും അത് അക്കാലം മുതലേ, അന്ന് മുതലേ അങ്ങനെയാണ്. ഈത്തപ്പഴവും മുന്തിരിയും ലോകത്തിന്റെ എല്ലാ കോണുകളും എത്തും. അവർക്ക് എല്ലാവർക്കും ഈത്തപ്പഴം എന്ന് പറഞ്ഞാലും അറിയാം, മുന്തിരി എന്ന് പറഞ്ഞാലും അറിയാം. അവ പിന്നെ അതിൽ അവ്യക്തതല്ല. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പഴവർഗ്ഗങ്ങൾ, ഒരു പഴവർഗ്ഗത്തെയും ധാന്യത്തെയും സിമ്പലായിട്ട് വെച്ചു. وجعلنا فيها جنات من نخيل وأعناب. ഈത്തപ്പനകളുടെയും മുന്തിരികളുടെയും തോട്ടങ്ങളെ ആ ഭൂമിയിൽ നാം നിർമ്മിച്ചു. وفجرنا فيها من العيون. ആ ഭൂമിയിൽ കൂടി നാം അരുവികളെ ഉറവെടുക്കുകയും ചെയ്തു, ഒഴുകുകയും ചെയ്തു. അത് വലിയ നിയമത്താണ്. അല്ലാഹുവിന്റെ അരുവി വലിയ ഒരു നിയമത്ത്. ആയത്തുൻ അളീമ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലെ മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ് അല്ലാഹുവിന്റെ നദികൾ. വലിയ അത്ഭുതമല്ലേ? വലിയ അത്ഭുതമാണ് നദികൾ. എത്രയോ ഒരു ദിവസം ഒഴുകി പോകുന്ന വെള്ളത്തിനല്ല കണക്കുന്നു. ഒരു ദിവസം ഒഴുകി പോകുന്ന വെള്ളത്തിന് എത്രയോ ഒരു പുഴയിൽ കൂടെ ഒരു ദിവസം ഒഴുകുന്ന വെള്ളം അതിങ്ങനെ ഒഴുകുകയാണ് അല്ലേ? ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്, നിൽക്കാതെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. എത്രയാണ് വെള്ളത്തിന്റെ കണക്ക്? നമ്മൾ ആലോചിക്കണം. ഒരു ലോകത്ത് ഭൂമിയിൽ എവിടൊക്കെ പുഴകളുണ്ട്, വലിയ വലിയ പുഴകൾ, ചെറിയ പുഴകൾ അടക്കം എത്ര പുഴകളുണ്ട്. ഇതിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒഴുകിയ ഭൂമി ഉണ്ടായ കാലം മുതൽ ഈ ഒഴുകാൻ തുടങ്ങിയ ഈ വെള്ളവും ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളവും കണക്കെടുത്താൽ ഭൂമി പോലും ആ വെള്ളം വഹിക്കാൻ പ്രാപ്തമാണ്. വെള്ളം കൊണ്ടു അല്ലേ? വെറുതെ പുഴക്കടത്തുള്ളവർക്കൊന്നും ഞാൻ ഇടക്കിടക്ക് ഇത് കാണുമ്പോ ഞാൻ ആലോചിക്കില്ല, എത്രയും വെള്ളം പോണത്, എത്രയും കണക്കെത്രേ, ഒരു കണക്കൂല. അതങ്ങനെ ഓടുകയാണ്. ഈ ഒഴുകിനനുസരിച്ച് വെള്ളം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നായി വെള്ളം വരുന്നത്? അത് വലിയ ഒരു നിഅമത്താണ്. മഴ എന്നൊക്കെ നമ്മൾ മഴ എന്നല്ല, മഴ ഇല്ലാത്ത കാലത്ത് പുഴ ഒഴുകണില്ലേ? അതെവിടുന്ന? ആ മഴ പെയ്ത ബാക്കിയുള്ള വെള്ളം. വെള്ളം 6 മാസത്തില് ആഴ്ച 2 മഴ ചെയ്യും. എന്നിട്ട് ആ മഴന്റെ വെള്ളം സ്റ്റോക്ക് ചെയ്യപ്പെട്ടിട്ടായിരിക്കും വരുന്നത്. ഒന്നല്ല, അത് അള്ളാഹുവിന്റെ നിഅമത്തന്നെ.
അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ് ഈ ശരിക്ക് ഈ നദികൾ എന്നത്. മനുഷ്യൻ അത് ശുക്ർ ചെയ്യൽ കുറഞ്ഞപ്പോ വെള്ളത്തിന്റെ ഒഴുക്കും വരവും കുറഞ്ഞു. അള്ളാഹ് റഹ്മത്ത് കുറയും. ശുക്ർ ചെയ്യോട്ടെ അപ്പൊ റഹ്മത്ത് വരും. മണലെടുത്തിട്ടാണ് പുഴ ഒഴുകാത്തതെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? മണലെടുത്തുകൊണ്ടാണ് മണലും പോയി നമ്മൾ എന്ത് വന്നാന്ന് അള്ളാഹുമായിട്ട്. മണൽ അവിടെ ഉണ്ടായത് തന്നെ ഈ വെള്ളവും പോയി അവിടെ ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ ഈ മണലുണ്ടായിട്ടാണ് വെള്ളം എന്ന് പറയണത്. പിന്നെ മകനുണ്ടായിട്ടാണ് ഉമ്മ ഉണ്ടായതെന്ന് പറയും പോലെ ഈ കുട്ടി ഉള്ളതുകൊണ്ട് ആ പമ്പറന്നോട് ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾ ഉണ്ടായി എന്ന് പറയില്ലേ? എത്ര കുട്ടിയെത്താണ് പ്രസവിക്കപ്പെട്ട കുട്ടി കൂടിയിട്ടാൾ പറയണേ ഈ കുട്ടി ഉള്ളതുകൊണ്ട് ഓൾ ഉണ്ടായി. അതുപോലെയാണ് മണലുള്ളതുകൊണ്ടാണ് പുഴ ഒഴുകണത് എന്ന് പറയുന്നത് അല്ലെ? പുഴ അവിടെ ഉണ്ടായിട്ടും വെള്ളം ഒഴുകി വന്നിട്ടുമാണ് മണൽ അവിടെ വന്നത്. പിന്നെ ഇതുണ്ടായിട്ടാണ് അതുണ്ടായതെന്ന് പറയുന്നത്. അത് നമ്മളെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. സങ്കല്പമാണല്ലോ ശാസ്ത്രം. ശാസ്ത്രം സങ്കല്പമാണ്, മനുഷ്യന്റെ സങ്കല്പം. ഒരാൾ കൊല്ലാതെ കുറെ ആലോചിച്ചിരിക്കും. ചെറിയ ചെറിയ തെളിവുകളൊക്കെ അയാൾക്ക് പറയാനുണ്ടാവും. ആ തെളിവുകൾ വെച്ചിട്ട് അയാൾക്ക് കുറച്ച് സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടാവും. അയാളൊരു കാര്യം ഊഹിച്ച് പറയാനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതിനാണ് തിരുത്തുന്നത്. അല്ലെങ്കിൽ കുരങ്ങുന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്നത് ശാസ്ത്രമല്ലേ? അതൊരു ശാസ്ത്രമല്ലേ? എന്താ പറയുന്ന വല്ല അടിസ്ഥാനം? അപ്പോ ഓരോരുത്തർ കഞ്ചാവ് അടിച്ച് വിളിച്ചു പറഞ്ഞതൊക്കെ ശാസ്ത്രമായാലാണ്. അതാണ് ഇപ്പൊ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞത്. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല, കുറെയൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ പിന്നീട് അത് തിരുത്തേണ്ടി വരുന്നത്. മനസ്സിലായോ? പിന്നീട് അത് തിരുത്തേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സങ്കല്പമാണ്. അതിൽ പെട്ടതാണതൊക്കെ. അതിപ്പോ എന്താ പറയുക, കുറെ പാവങ്ങളുടെ ജോലികൾ മുമ്പില്ലാതെ എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അള്ളാഹുവിന്റെ പ്രകൃതിയിൽ അള്ളാഹ് മണലെടുക്കുന്നതിനെതിരെ രൂക്ഷമായ നടപടിയാണ് നമ്മുടെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാരുടെ ആജന്മ ശത്രു ആരാന്ന് ചോദിച്ചാൽ മണൽ തൊഴിലാളി എന്ന് പറയാം. ഭയങ്കര പ്രശ്നമാണ് പോലീസും മണൽ തൊഴിലാളികളും തമ്മിൽ. ഭയങ്കര പ്രശ്നം. തീവ്രവാദികളെ നേരിടും പോലെയാണ് മണൽ തൊഴിലാളികളെ പോലീസ് നേരിടുക. മണൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ പീഡനം അവരെ സ്വയം കുറ്റവാളികളാക്കി മാറ്റി. അവരിന്ന് നാട്ടിലെ ക്രിമിനലുകളാണ് എന്ന മൈൻഡിലേക്ക് അവർ വന്നു. അതുകൊണ്ട് പോലീസുകാർ എന്ന് പറഞ്ഞാൽ അവരുടെ ശത്രുക്കളായി മാറി. പോലീസ് വാഹനത്തിന് നേരെ രാത്രി കല്ലെറിയ, രാത്രി കാലങ്ങളിൽ പട്രോളിങ്ങിൽ വന്ന പോലീസുകാര് ജീപ്പിന്റെ ഉള്ളിൽ അലമുറയിട്ട് കരഞ്ഞിട്ടുണ്ട് നമ്മളെ നാട്ടിൽ. 4 ഭാഗത്ത് നിന്നിട്ട് രാത്രി എറിഞ്ഞാൽ പോലീസിനോട് ചോദിച്ചു, പോലീസുകാരെ കരച്ചിൽ കണ്ടിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ? കരയിപ്പിച്ച്, അതായത് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വയ്യ, തുടരെ ഏറുകയാണ്. ഇവരെ നാടല്ലേ? ഇവര് നേരം വെളുത്ത് വൈകുന്നേരം രാത്രിയും ഇറങ്ങി നടക്കുന്ന പുഴയും കാടുമാണ്. അവർക്ക് നല്ല പരിചയമാണ്. പോലീസുകാർ എന്റെ നാട്ടുകാരല്ലേ, ഏരിയ ഓടുള്ളതും കൂടി അറിയില്ലല്ലോ. ഇരുന്ന് കരയല്ലാതെ എന്തേ അങ്ങനെയൊക്കെ സംഭവിച്ചു? എല്ലാത്തിനും ശാസ്ത്രീയത അവകാശപ്പെടുന്ന എന്താ പുതിയ പോലീസ് സംവിധാനം ഉള്ളതാണ് മൈത്രി പോലീസ് സ്റ്റേഷൻ. ജനകീയ പോലീസ്. വെറുതെ കടലാസുകളിൽ എഴുതാന്നല്ലാതെ പ്രതികളെ, ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ ഒരു ശാസ്ത്രീയതയും നമ്മുടെ നാട്ടിലെ പോലീസ് ഫോഴ്സിനൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല കർമ്മനിരതനായ പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മലയാളികൾക്ക് പരിചയമില്ലാത്ത തെറി വിളിക്കാനുള്ള യോഗ്യത ഉണ്ടാവാറുള്ളതാണ്. പോലീസുകാർ ഇവിടെ അല്ലേ? ഇവിടുത്തെ പോലീസുകാരുടെ ബഹുമാനാണ് അല്ലേ? ബഹുമാനാണ് നമുക്ക്. ഏത് ക്രിമിനലിന്റെ മുമ്പിലും അവരെങ്ങനെ വരിക? മഴ വരിക. കാര്യങ്ങളാണ്. ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ എന്റെ വണ്ടി ഇങ്ങനെ പെട്ടെന്ന് അവിടെ പാർക്കിംഗ് കിട്ടാൻ മഞ്ഞ ലൈനിലിട്ടിട്ട് സാധനം എടുക്കാൻ വേണ്ടി കയറി സെന്ററിൽ ഇറങ്ങി ഒന്നും വണ്ടി സ്റ്റാർട്ടാകില്ല. ബാറ്ററി ഇറങ്ങിപ്പോയി. മഞ്ഞ ലൈനില് തിരക്ക് പിടിച്ച സമയം. ഇന്നലെ വ്യാഴാഴ്ച ഇന്നലല്ലേ തിരക്ക് പിടിച്ച സമയം. അപ്പോ എന്തായാലും ഫൈന് അത്യാവശ്യം ഉണ്ടാവുന്ന ഉറപ്പാണ്. പോലീസ് വണ്ടി 3 പ്രാവശ്യം അടക്കം ഇറങ്ങി. എന്റെ വണ്ടിനടുത്ത് ഓരോന്ന് ഓടിക്കും. എടുത്ത് പോയി കോട്ടേഴ്സിട്ടായിരിക്കും. ഇത് കൊണ്ടാകാൻ പറഞ്ഞ നിർവാഹമുണ്ടോ? ഞാൻ അവിടെയൊക്കെയല്ലേ ബോണ്ട് കൊടുക്കാൻ കിട്ടുന്നില്ല. അതിന് അവിടെ വായിച്ചിട്ടുണ്ട്. അവസാനം ഞാനൊരു ഡിക്കാർ വിളിച്ച് അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ വന്നു. അപ്പോഴൊക്കെ പോലീസാവും. ഞാൻ അവിടെ വണ്ടിയുടെ അടുത്ത് നിന്നു. അഥവാ ഇവര് വന്നാൽ ജസ്റ്റ് അവിടെ കാര്യം പറയാൻ എന്നുള്ള ആൾക്കാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലീസാണെങ്കിൽ
അതിലൊന്നും നമുക്ക് ധൈര്യമില്ല. എന്തുകൊണ്ടാണ്? വഷളാവും വിചാരിച്ചിട്ടാണ്. കാരണം ആരും തന്നെ ഇവൻ പൂർവികരായ ആളുകളെ കവർന്നു മാതിയിട്ടാണോ തുടങ്ങുക. പിന്നെ ഇവരോട് ഒത്താൻ പറയാൻ കഴിയും. ഒരു തരം ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ക്രിമിനൽ സംഘമാണ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാഹചര്യ അഴിമതിക്കും കൊണ്ട് നിൽക്കുക, 100 രൂപയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം, എന്തും മാറ്റിമറിക്കുക, ഇതൊക്കെയാണ് അടുത്ത അവസ്ഥ. അവസാനം ഡിക്കവറി വന്ന സമയത്ത് പോലീസ് വണ്ടി വരുന്നുണ്ട്, ആ ബ്ലോക്കായി പറയും. അവർക്ക് തോന്നി മിക്കവാറും ഇത് പണിയാവും. അങ്ങനെ വരുമ്പോഴാണല്ലോ പിന്നെ നിയമങ്ങളൊക്കെ പാസ്സാക്കാൻ തുടങ്ങിയത്. ഞാൻ വേഗം പോയിട്ട് തരാൻ പറഞ്ഞാൽ വണ്ടി കേറുണ്ട്, അതുകൊണ്ട് ഡിക്കവറി ഞാൻ വിളിച്ചതാണ്. സ്റ്റാർട്ടാണെന്ന് ചോദിച്ചില്ല. ഓക്കെ, അവരവരുടെ വണ്ടി ലൈറ്റ് ഇട്ടിട്ട് അവിടെ ശരിക്കും അവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് അവിടെ നിന്നുണ്ട്. സുഖമായിട്ട് വന്നിട്ട് ഇതാണ് സേവനം എന്ന് പറഞ്ഞാൽ. അതിനാണ് പോലീസ്. അങ്ങനെ നമ്മളെ നാട്ടില് അങ്ങനെ നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെ ആക്കി മാറ്റിയത് ഏറ്റവും അതിന് കൈക്കൂലി വാങ്ങുന്ന ആളുകൾ, കൂട്ടിക്കൊടുപ്പിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ, പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തിട്ട് മണലടിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം കൊടുക്കുന്ന പോലീസുകാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനൊക്കെ അതിനെതിരെ എഴുതാൻ ഒരുങ്ങിയതാ. കാരണം നമ്മളെ കുറെ ആൾക്കാരത്തിന്റെ ആളുകളുണ്ട്, ചങ്ങായിമാരെ കുറെ. അപ്പൊ ഇവരിൽ തരുന്ന വിവരങ്ങൾ വെച്ചിട്ട് കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് വ്യക്തമായി ധാരണ വെച്ചിട്ട് തന്നെ ഞാൻ എഴുതാൻ ഒരുങ്ങി. പിന്നെ വേണ്ട എന്ന് കരുതിയതാണ്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൂട്ടിക്കൊടുത്താൽ ആ കൂട്ടിക്കൊടുക്കുന്ന ആളുകൾക്ക് മണലെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അവർ വണ്ടി ഇറങ്ങുന്ന സമയത്ത് അയാൾ ആ വഴിക്ക് വരാതിരിക്കുക. ഇങ്ങനെയൊക്കെ. അപ്പോ കാരണങ്ങൾ പറയാം. ഇത് മണലെടുത്തുകൊണ്ടാണ് മറ്റേതാണ്. അങ്ങനെ കാര്യങ്ങൾ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ വലിയ ഒരു നിഅമത്താണെന്ത് നദികൾ എന്ന് പറയുന്നത്. വലിയ ഒരു ദൃഷ്ടാന്തമാണ് നദികൾ. ഭൂമിയുടെ പ്രകൃതി വെച്ച് വെള്ളം ഒരിക്കലും ഉയർന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയില്ല. വെള്ളം മുളക്കൂലുണ്ട്, വെള്ളം താഴോട്ടാണ്. താഴ്ന്ന സ്ഥലത്തേക്കാണ്, മുകളിൽ നിന്ന് താഴോട്ടാണ് വെള്ളം വരിക. എന്നാൽ വെള്ളം വരുന്ന വെള്ളത്തിന്റെ ഉറവിടങ്ങളെ നാം കാണുന്നത് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളാണ്. അല്ലെ? വെള്ളം മുകളിലേക്ക് കയറുന്ന സാധനമല്ല. എന്നാൽ ഭൂമിയിൽ വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോലും വരുന്ന വെള്ളം വരുന്നത് എവിടെ നിന്നാണ്? ഏറ്റവും ഉയരങ്ങളിൽ നിന്നാണ്. അപ്പോഴേ വെള്ളം ഇവിടുത്തെ എത്തുള്ളൂ. താഴ്ന്ന പ്രദേശത്ത് നിന്ന് വെള്ളം വരികയാണെങ്കിൽ അത് അവിടെ തന്നെ ഇങ്ങനെ കുളം പോലെ നിൽക്കാനല്ലാതെ എല്ലാ രാജ്യത്തേക്കും എത്തൂല. നദിയായിട്ട് അല്ലാഹുവിന്റെ ഈ റഹ്മത്ത് നാടുകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഉയർന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെടണം. അപ്പോഴേ അത് ഒഴുകുള്ളൂ. അല്ലെ? അപ്പൊ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നാണ് വെള്ളം പുറത്തു വരുന്നത്. എന്തായിരിക്കും? എങ്ങനെയാ വെള്ളം അവിടെ എത്തി? ഉയർന്ന സ്ഥലത്ത് എങ്ങനെ വെള്ളം എത്തി? അവ മലന്റെ മുകളിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഈ കണ്ടു കാണപ്പെട്ട് ഒഴുകുന്ന നദികളിൽ മുഴുവനുള്ള വെള്ളം ഈ ഒരു മലന്റെ മുകളിൽ സ്റ്റോക്ക് ചെയ്യാൻ മാത്രമല്ലോ. ആലോചിച്ച് നോക്കിയാണ്. ഇല്ലല്ലോ. പിന്നെ എവിടെ വന്നു? ഈ ഒരു മലന്റെ മുകളിൽ, പർവ്വതത്തിന്റെ മുകളിൽ ഈ വെള്ളം മുഴുവനും സ്റ്റോക്ക് ചെയ്യാൻ മാത്രമുള്ള സ്ഥലം സൗകര്യമുണ്ടോ? എത്രയും ഒഴുകണം. അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ ഹിക്മത്ത് എന്താണ്? അവിടെയാണ് അതിന്റെ പിന്നിലുള്ള അല്ലാഹുവിന്റെ കഴിവിനെ കുറിച്ച് മനുഷ്യൻ കണ്ടെത്തുക. അപ്പോഴാണ് വജൂദ്, അല്ലാഹു ഉണ്ട് എന്നതിലേക്ക് മനുഷ്യൻ എത്തിപ്പെടാൻ കഴിയും. ഒരു നിർമ്മാതാവിന്റെ സഹായമില്ലാതെ നടക്കാത്ത പ്രതിഭാസങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുടെ ഒരു കൺട്രോളർ നിയന്ത്രിക്കുന്ന ഒരാളുടെ നിയന്ത്രണമില്ലാതെ നടക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ എന്താ സത്യം? യഥാർത്ഥത്തിൽ എന്താണ് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും
അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം സഞ്ചരിക്കുകയാണ്. ഭൂമിയിൽ താഴ്ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് വെള്ളം പർവ്വതത്തിന്റെ താഴെ നിന്ന് മുകളിലേക്ക് സഞ്ചരിക്കണം. കേറാൻ അള്ളാഹു കൽപ്പിക്കുന്ന കേറാൻ. ഒന്നുകിൽ അങ്ങനെ വെക്കണം, അതല്ലെങ്കിൽ അള്ളാഹു അവിടെ വെള്ളം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവിടെ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ മാത്രമുള്ള വെള്ളം അള്ളാഹു അവിടെ അങ്ങനെ നടച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു അവിടെ വെള്ളങ്ങൾ സൃഷ്ടിക്കുക, ആ വെള്ളങ്ങൾ ഒഴുകുക. ഒന്നുകിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഈ വെള്ളം അവിടെ നിന്ന് ഭൂമിയുടെ താഴ്ഭാഗത്ത് നിന്നിലൂടെ വെള്ളം മുകളിലേക്ക് കയറാൻ നോക്കണം, ഒരു റൊട്ടേറ്റ് സംവിധാനം പോലെ. അതല്ലാതെ എന്താ പോലുള്ളത്? എങ്ങനെ അതിന്റെ ഹിക്മത്ത് കണ്ടെത്താൻ കഴിയുക? അതാണ് അള്ളാഹുവിന്റെ സംവിധാനം. എന്തിനാണത് പറയുന്നത്? ഇതിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചാൽ ഇതൊന്നും സ്വാഭാവികമായ ഒരു പ്രതിഭാസമല്ല എന്നവന് കണ്ടെത്താനും മനസ്സിലാക്കാനും പറ്റും. അള്ളാഹുവിന്റെ വജൂദിയത്തിനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള പാഠമായി, അവർക്കുള്ള തെളിവായിട്ട് അതങ്ങനെ നിൽക്കും. അതിന്റെ ഫലങ്ങളിൽ നിന്ന് അവർക്ക് കഴിക്കാൻ വേണ്ടിയും, ഫലങ്ങൾ കഴിക്കുക. അപ്പൊ കാര്യങ്ങൾ ഓർഡറാണ്. ഭൂമിയിൽ നിന്ന് വിത്ത് പുറത്തു കൊണ്ടുവരിക, പിന്നെ നദികൾ ഒഴുക്കുക. നദികൾ ഒഴുകുന്നതിലൂടെയാണ് തോട്ടങ്ങൾ ഉണ്ടാവുക. കൃഷിഭൂമി എന്ന് പറഞ്ഞാൽ തീരപ്രദേശങ്ങളാണ്. പുഴയില്ലാതെ നദികളില്ലാതെ കൃഷിയില്ല. നദികൾ ഉണ്ടാകുമ്പോഴേ കൃഷി നിലനിൽക്കുള്ളൂ. അപ്പോ ഈ നദിയിൽ നിന്ന് വെള്ളമെടുത്താലെങ്കിലും അല്ലാതെ കൃഷി നിലനിൽക്കില്ല. അപ്പോൾ ഭൂമിയിൽ നിന്ന് ധാന്യങ്ങളെ പുറത്തു കൊണ്ടുവന്നു, പഴങ്ങളുടെയും ഈത്തപ്പഴങ്ങളുടെയും തോട്ടങ്ങളെ നിർമ്മിച്ചു. അതിൽ നിന്ന് ഫലങ്ങൾ പുറത്തു കൊണ്ടുവന്നു. എന്തിനാതൊക്കെ സൃഷ്ടിച്ചത്? അവർക്ക് തിന്നാൻ. ഈ തോട്ടങ്ങൾ മുഴുവനും ഈ ധാന്യങ്ങൾ മുഴുവനും ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതും, ഇത് നിലനിൽക്കാൻ ആവശ്യമായ വെള്ളം ഭൂമിയിലൂടെ ഒഴുക്കിയതും, ഇതൊക്കെ എന്തിനാ? അവന്റെ വയറിന്റെ പ്രശ്നം തീർക്കാനാണ്, അല്ലേ? അവനൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ആണ് ഈ സംവിധാനം ഒക്കെ. അതല്ലേ خلقكم ما في الأرض جميعا الذي خلق لكم ما في الأرض جميعا. ഭൂമിയിലുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നവൻ. എല്ലാം മനുഷ്യർക്ക് വേണ്ടി. എന്തിനാണ് തോട്ടങ്ങൾ? എന്തിനാണ് ഈ കൃഷികൾ, ഈ പഴങ്ങൾ, ഈ വൃക്ഷങ്ങൾ? അത് നിലനിൽക്കാൻ ഈ നദികളും ആവശ്യമാണ്. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ അതിന്റെ ഫലങ്ങളിൽ നിന്ന് അവർക്ക് കഴിക്കാൻ വേണ്ടി, അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി. അതിനാണ് ഈ സംവിധാനം മുഴുവനും. അപ്പോൾ ഇതില്ലാതെ ഒരാൾക്ക് ആലോചിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ഭക്ഷണത്തിന്റെ പ്രശ്നം വലിയ ഓരോ തന്നെയാണ്. ഈ പറഞ്ഞതൊന്നുമില്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം വലിയ പ്രയാസമാണ്. ഭക്ഷണം നിത്യം കഴിച്ചുകൊണ്ടിരിക്കണല്ലേ, ഇതെങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ചൂടെ? ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ വജൂദിയത്തിനെ അവൻ അംഗീകരിക്കേണ്ടി വരും. അള്ളാഹു ഉണ്ട് എന്നവൻ സമ്മതിക്കേണ്ടി വരും. അവനത് തള്ളിക്കളയാൻ കഴിയില്ല. لِيَأْكُلُوا مِنْ ثَمَرِهِ وَمَا عَمِلَتْهُ أَيْدِيهِمْ لِيَأْكُلُوا مِنْ ثَمَرِهِ وَمَا عَمِلَتْهُ أَيْدِيهِمْ. അവരുടെ കരങ്ങൾ കൊണ്ട് അവർ നിർമ്മിച്ചുണ്ടാക്കുന്നവയും അവർ നിർമ്മിക്കണമെങ്കിലും ഇതിന്റെയൊക്കെ ആവശ്യം അവരുണ്ട്. ഒരാൾ കൃഷി ചെയ്യുകയാണെങ്കിൽ രണ്ട് ഉദാഹരണങ്ങളെയാണ് അള്ളാഹു പറഞ്ഞുള്ളൂ, ഈത്തപ്പഴവും മുന്തിരിയും. ബാക്കിയുള്ളതിൽ പലതുമുണ്ട്. അവൻ അതിനുവേണ്ടി കൃഷി ചെയ്യുന്നവൻ തന്നെ അവൻ തൽക്കാല ശുശ്രൂഷല്ലേ ചെയ്യുന്നുള്ളൂ. മുളച്ചു വന്ന സാധനത്തിനെ ശുശ്രൂഷിക്കാനല്ലേ മനുഷ്യരെ കൊണ്ട് പറ്റുള്ളൂ. മുളപ്പിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ആരെയും മുളപ്പിച്ചു, എന്നാൽ അവൻ നനച്ചു കൊടുത്തത് കൊണ്ടാണെങ്കിൽ എല്ലാം മുളക്കേണ്ടിയിരുന്നു. എല്ലാം മുളക്കുന്നില്ലല്ലോ.
അവൻ നനച്ചതുകൊണ്ടാണ് മുളച്ചതെങ്കിൽ എല്ലാം മുളക്കണം. എല്ലാം മുളക്കുന്നില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടത്, അള്ളാഹു തീരുമാനിച്ചത് മാത്രം മുളക്കും. മുളച്ചു വന്നാൽ ഇതിൻ്റെതാന്ന് പറയാം. അതിനെ മനുഷ്യന് കഴിയുള്ളൂ. അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് വരെ മനുഷ്യൻ അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംരക്ഷിക്കുന്നത് അവനാണ് എന്നവൻ ധരിക്കുകയാണ്. എന്നാൽ കായ വരാൻ റെഡിയായി നിൽക്കുന്ന, കൊല വരാൻ റെഡിയായി നിൽക്കുന്ന വാഴത്തോട്ടങ്ങൾ കാറ്റിൽ അടിച്ചു തളർന്നു പോണില്ലേ? ഇവൻ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു കാറ്റ് വരുമോ? അതിനെ അങ്ങനെ കാറ്റടിച്ചാൽ ഇത് മറിഞ്ഞു വീഴുവോ? ഇല്ല. അപ്പൊ ഇവനിതിനൊന്നല്ല. അതിന്റെ ആളായി ഇങ്ങനെ നടക്കാൻ. ഇതിനെ എല്ലാം ചെയ്യുന്ന കൈകാര്യകർത്താവ് വേറെ ഒരാളാണ്. അതിനെ കുറിച്ച് അവന് കണ്ടെത്താൻ കഴിയും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദ്. ഭൂമി മുളപ്പിക്കുന്ന എല്ലാ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ ഇണകൾ വേണം. അത് പഴത്തിലായാലും ധാന്യത്തിലായാലും ജീവജാലങ്ങളിലായാലും പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ ഇണകൾ വേണം. ഇതിൽ ഇണകളെയായി സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ. ആർക്കതിന് കഴിയുക? അല്ലാഹു അല്ലാതെ. എന്താണ് ആ ഇണചേരൽ? ആ ലൈംഗിക സമ്പർക്കം എന്താണ്? മനുഷ്യനും തമ്മിലുള്ള ലൈംഗിക സമ്പർക്കത്തെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. വൃക്ഷലതാദികളുടെ ഇടയിലുള്ള ഇടചേരലുകളെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല. ഇവിടെ കണ്ടിട്ടില്ലേ ഈത്തപ്പഴം, ഈത്തപ്പന അവര് കെട്ടിക്കൊടുക്കുന്നതിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. പരാഗണം നടക്കുക എന്ന് പറയും അല്ലേ? എന്താ പരാഗണം? ജീവജാലങ്ങളിലുള്ള ലൈംഗിക ബന്ധപ്പെടൽ പോലെ, ഇണചേരൽ പോലെ വൃക്ഷങ്ങളിലുള്ള ഇണചേരൽ. ആരാണ് അതിന്റെ ആള്? അതിന്റെ കാര്യങ്ങളെ നിയന്ത്രിച്ചവൻ അല്ലാഹുവാണ്. അതൊക്കെ അസ്വാജല്ലാതെ ഒരിക്കലും ഒരു സൃഷ്ടി ഉണ്ടാവുന്നില്ല. ഇണയില്ലാതെ ഒരു സൃഷ്ടി ഉണ്ടാവില്ല. പ്രത്യുൽപാദനം നടക്കൂലല്ലോ. അപ്പോൾ പിന്നെ ഇണകളായിട്ട് ഇതൊക്കെ പ്രത്യുൽപാദനം നടത്തപ്പെടുന്നവയാണ്. ഇതിലൊക്കെ ഇണകളെ സൃഷ്ടിച്ചവൻ. നോക്കി നിങ്ങൾ, സസ്യങ്ങളുടെ ഇടയിൽ നടക്കുന്ന പരാഗണത്തെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നതിന് മുമ്പാണ് വിശുദ്ധ ഖുർആനിലെ പ്രഖ്യാപനം. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് മനുഷ്യൻ അടുത്ത് ശാസ്ത്രം കൊണ്ട് കണ്ടുപിടിച്ചു എന്നാ വലിയ കണ്ടുപിടുത്തം. എന്ത് കണ്ടുപിടുത്തം? സസ്യലതാദികൾ ഇണകളാണെന്നും അവർക്കിടയിൽ ഇണചേരലുകൾ നടക്കുന്നുവെന്നും 1400 കൊല്ലങ്ങൾക്കപ്പുറം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന് പരാഗണം എന്ന് പേരിട്ടു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത സേവനം. നമ്മൾ ചെയ്ത സേവനം എന്താണ്? ആ ഇണചേരലിന് പരാഗണം നടക്കാതെ പേരിട്ടു. ആ സമ്പ്രദായത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു മുമ്പേ. ഖുർആൻ ഇല്ലാത്ത എന്താ അവിടെ ശാസ്ത്രം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത്? നമ്മളത് കണ്ടെത്തിയില്ലാന്ന് മാത്രം. മനുഷ്യർ ഇത് കണ്ടെത്തിയില്ല. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ, ശാസ്ത്രം ഒരു കാര്യം പറഞ്ഞാലും മനുഷ്യന് കൂടുതൽ വിശ്വാസം ഏതാണ്? ശാസ്ത്രം. ഖുർആൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ര കയറുന്നില്ല. അതാണ് നമുക്കുള്ള പ്രശ്നം. എല്ലാ വിജ്ഞാനങ്ങളും ശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട്. മനുഷ്യർ ഭൂമിയെ നശിച്ചു കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ഭൂമിയെ ഹയാത്താക്കുകയും എന്ന് പറഞ്ഞാൽ ഭൂമിക്കും എന്തുണ്ട്? ജീവനുണ്ട്. ഭൂമിക്ക് ജീവനുണ്ട്, ഉറപ്പല്ലേ? ഭൂമിയുടെ ചലനങ്ങളെ കുറിച്ച്, ഭൂമി കറങ്ങുന്നുണ്ടോ, ചലിക്കുന്നുണ്ടോ, തിരിയുന്നുണ്ടോ, മറിയുന്നുണ്ടോ, ഇതൊന്നും മനുഷ്യൻ ചർച്ച ചെയ്തിട്ടില്ല ആ കാലത്ത്. ആ കാലത്താണ് പറയുന്നത് ഭൂമിയെ ജീവിപ്പിച്ചു. മാത്രമല്ല ഭൂമിയുടെ ജീവിതവും ഭൂമിയുടെ മരണവും, ഭൂമി മരിക്കുന്നു, ഭൂമി ജീവിക്കുന്നു. ചില പ്രദേശങ്ങൾ ജീവനുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണമാണ് ആ പ്രദേശങ്ങളിൽ നിന്ന് സസ്യലതാദികൾ മുളച്ചു വരുന്നു. സസ്യലതാദികൾ മുളച്ചു വരുന്നു. എന്നിട്ടോ അതിൽ നിന്ന് ധാന്യങ്ങളെ പുറത്തെടുക്കുന്നു.
ഈത്തപ്പനകളുടെയും പഴങ്ങളുടെയും ധാന്യങ്ങളുടെയും തോട്ടങ്ങളെ ഭൂമിയിൽ നിറക്കുന്നു. അത് നിലനിൽക്കാൻ വേണ്ടി വെള്ളം ഭൂമിയാകെ വെള്ളം വിന്യസിപ്പിക്കുന്നു. നദികളായിട്ട് വെള്ളം ഭൂമിയിലാകെ. വെള്ളത്തിന്റെ ഉത്ഭവവും ഉറവിടവും മനുഷ്യൻ കുറെ അന്വേഷിച്ചു. ഇതുവരെ കണ്ടെത്താൻ കഴിയുന്നു. എങ്ങനെ പറഞ്ഞു? നമ്മൾ തന്മാത്ര മറ്റൊക്കെ പറഞ്ഞു വെറുതെ പറയാനല്ലാതെ ഇതൊക്കെ ഉണ്ടാക്കണ്ടേ? വെള്ളം ഇതിനൊക്കെ സൂത്രവാക്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചു. കെമിസ്ട്രിയിലെ സൂത്രവാക്യങ്ങൾ കണ്ടുപിടിച്ചാൽ ഈ സൂത്രവാക്യം ചെയ്യാൻ ഒരാൾ വേണ്ടേ? അല്ലാതെ സൂത്രവാക്യം ഉണ്ടാവില്ല. ആകാശം ഇറങ്ങിയല്ല സൂത്രവാക്യം എന്നാണ്. ഇതാരാ? ഇതൊക്കെ മനുഷ്യൻ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് ഇതിന്റെ പിന്നിലുള്ള നിർമ്മാതാവിനെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്? മഴയെ കുറിച്ച് മനുഷ്യൻ ചർച്ച ചെയ്യുന്നുണ്ട്, ഭൂമിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, നദികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, എല്ലാം ചർച്ച ചെയ്യുന്നു, ഓരോരം പ്രസംഗിക്കുന്നു, സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. പക്ഷേ ഇതിന്റെ നിർമ്മാതാവിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ മനുഷ്യൻ മൗനിയാകുന്നു. മനഃപൂർവ്വം അതല്ലേ സത്യത്തിൽ സംഭവിക്കുന്നത്? അപ്പോൾ ഉണ്ടായി. എങ്ങനെയാണ് ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ, എങ്ങനെ ഇവർ അള്ളാഹനെ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ഒരു വ്യാജന്മാരാണ് എനിക്ക് തോന്നുന്നത്. ഒരു യഥാർത്ഥ ശാസ്ത്രം പഠിച്ച ഒരാളെ എങ്ങനെയാണ് അള്ളാഹനെ മനസ്സിലാക്കാതിരിക്കുക? ഇനി അടുത്ത ആഴ്ച വലിയ വിഷയമാണ് വരുന്നത്. അത്ഭുതപ്പെട്ടു പോകും. എന്തുകൊണ്ടാണ് മനുഷ്യർ അല്ലാഹുവിലേക്ക് മടങ്ങാത്തതെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു. ഇത്രയും വലിയ തെളിവുകൾ ഉണ്ടായിട്ട് എന്നിട്ട് അത് പറയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ്. എല്ലാത്തിലും ഇണകൾ, എല്ലാത്തിലും നമ്മൾ എല്ലാം കൊടുക്കും. മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം, ഭൂമി മുളപ്പിക്കുന്നവയിലും അവരുടെ ഇടയിൽ നിന്ന് തന്നെയും, അതുപോലെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്നെയുമുള്ള ഇണകൾ, ഭൂമി മുളപ്പിക്കുന്നതിലുമുള്ള ഇണകൾ. അപ്പൊ സസ്യങ്ങളിലും ഇണകളുണ്ട്, ഇണചേരലുകളുണ്ട്. ഏതുപോലെ മനുഷ്യരിൽ ഇണകൾ ഉള്ളതുപോലെ ഇണചേരലുകൾ ഉള്ളതുപോലെ തിരിഞ്ഞു. അവർക്ക് അറിയാത്ത കാര്യങ്ങളിലും അവർക്ക് അറിയാത്തവയിലും ഇണകളുണ്ട്. ഇനി നമ്മൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ കാണാത്തതും നമ്മൾ അറിയാത്തതുമായ കുറെ ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. അവയിലും ജിന്നുകളിലെ നമ്മൾ കാണാത്തതാണെങ്കിൽ അങ്ങനെ വെക്കാം. ജിന്നുകളുണ്ട്. ഇതൊക്കെ അങ്ങനത്തെ ഇതിലൊക്കെ ഇണകളെയാക്കി സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ്. നിങ്ങൾ നോക്ക്, സൂറത്തുൻ നഹ്ലിലെ 66-ാമത്തെ ആയത്ത് മുതൽ ഇതുപോലുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു വിവരിക്കുന്നുണ്ട്. അല്ലാഹനെ മനസ്സിലാക്കാൻ ഏതൊരു യുക്തിവാദികളുടെ മുന്നിലും നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്, പറഞ്ഞു കൊടുക്കാവുന്ന വിഷയങ്ങളാണ്. സൂറത്തുൻ നഹ്ലിലെ 65-ാമത്തെ ആയത്ത് മുതൽ വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ, അല്ലാഹു ആകാശത്ത് നിന്ന് അല്ലാഹു വെള്ളമിറക്കി. ആകാശത്ത് നിന്ന് വെള്ളമിറക്കി, ഭൂമിയിൽ നിന്നും വെള്ളമിറക്കി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുന്ന സമയത്ത് ആകാശത്ത് നിന്നും വെള്ളം വന്നു, ഭൂമിയിൽ നിന്നും പുറവ് പൊട്ടി. അവ രണ്ടും നിലക്കും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. ആകാശത്ത് നിന്ന് വരുന്ന വെള്ളം മാത്രമാണ് പുഴ എന്ന് പറയണ്ട. മഴ പെയ്യുമ്പോൾ പുഴയിൽ വെള്ളം കൂടും, മഴ നിന്നാൽ പുഴയിൽ വെള്ളം അപ്പോഴും പഴയ വെള്ളങ്ങൾ ഒഴുകുന്നുണ്ട്. പിന്നെ കൊടും വേനലാവുമ്പോ കുറച്ച് കുറയും. അള്ളാഹുവിനോട് ശുക്ർ ചെയ്താൽ അള്ളാഹുവിന്റെ നിഅമത്ത് അവൻ ദായിമാക്കി തരും. അള്ളാഹു ദായിമാക്കി തരട്ടെ. ശുക്ർ കുറയുമ്പോ ഇതൊക്കെ കുറയും. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തരുന്നു. فأحيا به الأرض بعد موتها, നിർജീവാവസ്ഥയ്ക്ക് ശേഷം ആ മഴ കൊണ്ട് ഭൂമിയെ അവൻ ജീവിപ്പിക്കുകയും ചെയ്തു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യസ്മഊൻ, ഇതിൽ കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. ഭൂമിശാസ്ത്രമാണ് അതായി പറയുന്നത്. ഭൂമിയെ കുറിച്ച് പഠിക്കാൻ ആലോചിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിത്തീരുക, അത് മനുഷ്യർക്കുള്ള ദൃഷ്ടാന്തമാണ്.
وإن لكم في الأنعام لعبرة نسقيكم مما في بطونه وإن لكم തീർച്ചയായും നിങ്ങൾക്കുണ്ട് ഫിൽ അൻആം അൻആം പറഞ്ഞാൽ നാൽക്കാലികൾ കാലികൾ അൻആമിൽ നിങ്ങൾക്കുണ്ട് കാലികളിൽ നിങ്ങൾക്കുണ്ട് ലഇബറ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനി ആ കാലികളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിപ്പിക്കുന്നു മിൻ ബൈനി ഫർസിൻ വദം രക്തത്തിന്റെയും കാഷ്ടത്തിന്റെയും ഇടയിൽ നിന്നായി ലബനൻ ഖാലിസ്വ ശുദ്ധമായ പാല് സായിഗൻ ലിശ്ശാരിബീൻ കുടിക്കുന്ന ആളുകൾക്ക് ആനന്ദമുള്ള പാല് ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയ രക്തത്തിന്റെ ടേസ്റ്റും ഇല്ല കാഷ്ടത്തിന്റെ ടേസ്റ്റും ഇല്ല. ഇത് വരുന്നതാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ അല്ലേ പ്രകൃതിയുടെ ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞു, മൃഗങ്ങളുടെ കാലികളുടെ ഇതൊക്കെ നമ്മൾ ചുറ്റോടെ ജീവിക്കുന്നതാണ്. പശുവിന്റെ കാല് കറന്നെടുക്കാൻ നോക്കുമ്പോ എവിടെന്നാണ് ഇത് വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. രക്തത്തിന്റെയും കാഷ്ടത്തിന്റെയും ഇടയിൽ നിന്ന് ശുദ്ധമായ പാലിനെ നുസ്ഖീകും നിങ്ങളെ നാം കുടിപ്പിക്കാൻ. അത് എപ്പോഴുമില്ല, എപ്പോഴും ആ പാലുണ്ടോ? ഇല്ല. കുടിക്കാൻ ആളുണ്ടാവുമ്പോഴാണ് ആ പാല് വരുന്നത്. ആരെയാ പാൽ ആ സമയത്തോടെ കൊണ്ടുവരുന്നത്? അത് ഒരു പശുക്കുട്ടിക്ക് ആവശ്യമുള്ള പാലാണെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടില് പാലച്ചോട് നടക്കൂല. അപ്പൊ അള്ളാഹുവിന്റെ പ്രധാന കുട്ടി കുറച്ചേ കുടിക്കുള്ളൂ, ബാക്കിയൊക്കെ ആർക്കനെയാണ്. ചില തള്ളാരും കുട്ടിയേക്ക് ഭക്ഷണം കൊടുക്കണ മാതിരിയാണ് അല്ലേ. കുട്ടികളുടെ പേര് പറഞ്ഞിട്ട് ഭക്ഷണം എടുക്കും, കുട്ടിക്ക് ചെറിയ ഉള്ള ബാക്കിയൊക്കെ അങ്ങനെ പോണ പരിപാടിയാണ്. കുട്ടിക്ക് സത്യത്തിൽ കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ പോണത് കുട്ടിയെടുക്കാണ്. എത്രയെ കറന്നെടുക്കുക? 10 ലിറ്റർ 15 ലിറ്ററൊക്കെ ഓരോ പശുവിന്റെ അകത്തുനിന്ന് കറന്നെടുക്കുന്നത്. ഇതൊക്കെ കൂടെ ആ കുട്ടി കുടിക്കുവോ? ചില ആൾക്കാർ വളരെ ദുഷ്ടന്മാരാണ് അല്ലെ. കുട്ടിയെ വെറുതെ ഒന്ന് നനയിപ്പിച്ചിട്ട് പിടിച്ചു വലിച്ചു കൊണ്ട് മാറ്റി കിട്ടും. അതൊന്നും ചെയ്യരുത്. കുറച്ചൊക്കെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കണം. ചില ആൾക്കാർ വെറും കച്ചവടം മാത്രം മനസ്സിലുള്ള ആളുകളെ ക്രൂരന്മാരുണ്ടാവും ചില ആളുകൾ. അത് ചെയ്യരുത്. അള്ളാഹുവിന്റെ നിഅമത്താണ് ഒക്കെ. എന്നിട്ടോ ومن ثمرات النخيل والأعناب ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഫലങ്ങൾ തത്തഖിദൂന മിൻഹു സകറൻ വറിസ്ഖൻ ഹസന അതിൽ നിന്ന് നിങ്ങൾ ലഹരി ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് നിങ്ങൾ ശുദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഈത്തപ്പഴവും മുന്തിരിയും വമിൻ ثمرات النخيل والأعناب മുന്തിരിയും ഈത്തപ്പഴവും അതിൽ നിന്ന് നിങ്ങൾ ലഹരിയും ഉണ്ടാക്കുന്നു, ഭക്ഷണവും ഉണ്ടാക്കുന്നു. രണ്ടിനും അത് പറ്റും അല്ലേ. ആരത് ചെയ്തു? ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യഅഖിലൂൻ ബുദ്ധിയുള്ള ആളുകൾക്ക്, ആലോചിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇതിൽ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. വഔഹാ റബ്ബുക ഇലൻ നഹൽ وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون അല്ലാഹുവിന്റെ അത്ഭുതങ്ങളിൽ, ജീവജാലങ്ങളിലുള്ള ദൃഷ്ടാന്തങ്ങളിൽ മനുഷ്യർ എന്നെന്നും ആലോചിച്ചെടുക്കേണ്ട വ്യക്തമായ ഒരു ദൃഷ്ടാന്തം. വഔഹാ റബ്ബുക നബിയേ അങ്ങയുടെ രക്ഷിതാവ് വഹ്യറിയിച്ചു ഇലൻ നഹൽ തനീച്ചയിലേക്ക്. സൂറത്തുൽ നഹലിലെ ആയത്തുകളാണ്. വെറുതെ നിങ്ങൾ ഓതി നോക്കേണ്ടിയാവുക. 65 മുതലുള്ള ആയത്തുകൾ. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഖുർആൻ ഓതുക, ഈ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക. കണ്ണുകൾ സജലങ്ങളാകും. അല്ലാഹുവിനോട് നമുക്ക് സ്നേഹം തോന്നും. അല്ലാഹുവിനോട് ശരിക്കും നമുക്ക് അതാ വേണ്ടത് അല്ലേ. അല്ലാഹുവിനോട് നമുക്ക് ഇഷ്ടമാണ് വേണ്ടത്, സ്നേഹം. ഈ നിഅമത്തുകളൊക്കെ തരുന്ന തിരിച്ചൊന്നും കൊടുക്കാഞ്ഞിട്ടും ശുക്ർ ചെയ്യാഞ്ഞിട്ടും നിഅമത്തുകൾക്ക് യാതൊരു പഞ്ചവുമില്ലാതെ
തുടർച്ചയായി ഒന്നിനുമേൽ ഒന്നായി അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കുന്ന അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ ഇതൊക്കെ റബ്ബ് ചെയ്യല്ലേ? ഇതൊക്കെ റബ്ബ് ചെയ്യാം. നബിയെ, അങ്ങയുടെ രക്ഷിതാവ് വഹയറിയിക്കും. വഹയറിയിക്കുക എന്നാണ് സ്വകാര്യ നിർദ്ദേശം കൊടുക്കുകയാണ് വഹി എന്ന് പറയാ. സ്വകാര്യ സന്ദേശം, ഇതിനാണ് രഹസ്യ നിർദ്ദേശം എന്നൊക്കെ പറയും. ഇതാണ് വഹി. ഇലന്നഹലി, തേനീച്ചയിലേക്ക് റബ്ബ് നിർദ്ദേശം കൊടുക്കും. അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ, തേനീച്ചയിലേക്ക് റബ്ബ് നിർദ്ദേശം കൊടുത്തു. എന്ത്? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ, പർവ്വതങ്ങളിൽ നീ ഭവനങ്ങൾ ഉണ്ടാക്കുക. തേനീച്ചക്കൂടുകൾ, പർവ്വതങ്ങളിൽ നീ വീടുകൾ നിർമ്മിക്കുക. വമിനശ്ശജർ, മരങ്ങളിലും നീ വീടുകൾ ഉണ്ടാക്കുക. മനുഷ്യർ കെട്ടിയുണ്ടാക്കിയ കെട്ടിടങ്ങളിലും നീ വീടുകൾ നിർമ്മിക്കുക. തേനീച്ചക്കൂട് ശരിക്കും എന്ത് ചെയ്യരുത്? പൊളിക്കരുതില്ലേ? അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അള്ളാഹുവിന് കൊടുത്തൊരു സ്വാതന്ത്ര്യമാണ്. എന്ത്? അങ്ങനെ തന്നെയാണോ ഖുർആൻ പറഞ്ഞത്? പർവ്വതങ്ങളിൽ ഭവനങ്ങൾ ഉണ്ടാക്കുക, മരങ്ങളിൽ ഭവനങ്ങൾ ഉണ്ടാക്കുക. മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കുന്ന കെട്ടിയുണ്ടാക്കുന്ന കെട്ടിടങ്ങളിലും നീ ഭവനങ്ങൾ ഉണ്ടാക്കുക. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. എന്നിട്ടോ അവരുടെ പാർപ്പിടങ്ങളിൽ അവിടെ പോയിട്ട് നീ വീട് കെട്ടുക. പിന്നെ നീ എല്ലാ പഴങ്ങളിൽ നിന്നും കഴിക്കുക. ഏത് പഴവും? എല്ലാ പഴങ്ങളിൽ നിന്നും നീ കഴിക്കുക. ഫസ്ലുകി സുബുല റബ്ബികി ദുലലാ യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനു ഫീഹി ശിഫാഉൻ ലിന്നാസ് ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യതഫക്കറൂൻ. എല്ലാ ഫലങ്ങളിലും എല്ലാ പഴങ്ങളിൽ നിന്നും നീ കഴിക്കുക, ഭക്ഷണം കഴിക്കുക. പിന്നെ നിന്റെ റബ്ബ് നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ നീ പ്രവേശിക്കുക എന്ന് അല്ലാഹു തരീച്ചകളോട് അല്ലാഹു പറയും. എന്നിട്ടോ ഫസ്ലുകി സുബുല റബ്ബികി ദുലലൻ യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബ് യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബ്, അവയുടെ വയറ്റിൽ നിന്ന് ശറാബ് പുറത്തേക്ക് വരുന്നു, പുറപ്പെടുവിക്കും. ശറാബ് എന്ന് പറഞ്ഞാൽ പാനീയമാണ്, കുടിക്കാൻ മധുരമുള്ള പാനീയത്തിനാണ് ശറാബ്. ശറാബ് അവരുടെ വയറ്റിൽ നിന്ന്, ഉദരങ്ങളിൽ നിന്ന് പാനീയം പുറത്തേക്ക് വരുന്നു. മുഖ്തലിഫുൻ അൽവാനു, വിവിധ നിറങ്ങളിലുള്ള പാനീയങ്ങൾ പുറത്തേക്ക് വരുന്നു. ഒരു റോസാ ചെടിന്റെയോ ഒരു മല്ലിക പൂവിന്റെയോ ഒരു പൂവിന്റെയും രുചി ആ തേനിന്. എന്നാൽ ഇത് വ്യത്യസ്ത പൂക്കളിൽ നിന്നാണ് തേനീച്ച തേൻ നുകർന്നിട്ടുണ്ടാവുക. ഈ ഒരു പൂവിന്റെയും ടേസ്റ്റ് ഇതിനില്ല, അല്ലേ? ഈ തേനിന് അത് ഒരു പൂവിന്റെയും രുചി തേനില്ലല്ലോ. അവയുടെ ഉദരങ്ങളിൽ നിന്ന് പാനീയം പുറത്തേക്ക് വരുന്നു. തേനീച്ചന്റെ വിസർജ്യാണത്. തേനീച്ചയുടെ വിസർജ്യമാണ്, അല്ലെ? പുറത്തു വരുന്നതാ വയറ്റിന് തേനീച്ചന്റെ ഉദരത്തിൽ നിന്നാ വരുന്നത്. എന്തപ്പാ സാധനം? അത് ചെയ്യുന്ന പണിയാണത്. എന്നിട്ടോ മുഖ്തലിഫുൻ അൽവാനു, വിവിധ നിറങ്ങളിലുള്ള പാനീയം പുറത്തേക്ക് വരുന്നു. ഫീഹി ശിഫാഉൻ ലിന്നാസ്, ആ പാനീയത്തിൽ മനുഷ്യർക്ക് ശിഫയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ആ പാനീയത്തിൽ അവർക്ക് ശിഫയുണ്ട്. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിൽ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. ഒരു തേനീച്ച ചെയ്യുന്ന പണിയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് അതിന്റെ ചലനങ്ങൾ, അല്ലേ? അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് അതിന്റെ ചലനങ്ങൾ.
മനുഷ്യർക്ക് ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യർക്കുള്ള ശിഫക്ക് വേണ്ടി ആ തേനീച്ച പണിയെടുക്കുന്നത് മുഴുവൻ മനുഷ്യർക്കുള്ള ശിഫക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യർക്ക് കുടിക്കാനാണ് ആ തേനീച്ചയെ അല്ലാഹു സൃഷ്ടിച്ചത്. മനുഷ്യർക്ക് കുടിക്കാനുള്ള പാനീയത്തിന് വേണ്ടിയാണ് അത് പണിയെടുക്കുന്നത്. എന്നാ മനുഷ്യനാണെങ്കിൽ അതിനെ കാണണം വെച്ച് ഏതെങ്കിലും മതിലുമേലോ ചുമരിന്റെ സൈഡിലൊക്കെ ഉണ്ടാക്കി അവിടെ പോയി അടച്ചിട്ടും എവിടെയെങ്കിലും തേനീച്ച കൂട്ടി കല്ലെറിഞ്ഞിട്ടും മനുഷ്യന്മാരും വല്ലാത്തൊരു സൃഷ്ടികളല്ലേ. ഇതുപോലത്തെ ഒരു പടപ്പുകൾ വേറെ ഇല്ലല്ലോ. ഈ ജീവജാലങ്ങളും ഈ പ്രതിഭാസങ്ങളും ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. KSRTC കല്ലെറിയുന്ന ആൾക്കാരല്ലേ ഇതൊക്കെ ബാക്കി പറയണല്ലേ. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച SIക്ക് എന്താ പോലെ വാപ്പാന്റെ ഇറങ്ങി ഓടുക എന്നല്ലാതെ ഇത് പിന്നെ ആരോപണം തന്നെയല്ലേ, നമ്മളെ നികുതി പണം തന്നെയല്ലേ ഈ പോണത്. എന്നാലും മനുഷ്യർ KSRTC നശിപ്പിച്ച ആർക്കവിടെ നഷ്ടം? 5 സർക്കാരാണ്. ഓർക്കാകെ 10 KSRTC കൂടെ വേറെ വാങ്ങാം. ഇതെന്തെങ്കിലുമൊക്കെ ഉള്ളു ചെയ്യാനല്ലാതെ ആർക്കാനില്ല. അതാണ് മനുഷ്യന്റെ തല എന്ന് പറയുന്നത് അല്ലെ. മനുഷ്യന്റെ തലതാണ്. പിന്നെ തേനീച്ച കൂട് പൊളിക്കണീന്ന് പറഞ്ഞ കാര്യം. അള്ളാഹു അവന് വേണ്ടിയിട്ടാണ് ഒക്കെ ഒരുക്കിയത്. അവനായിട്ട് തന്നെ എഴുതണം. അവനൊന്നും മനസ്സിലായിട്ടില്ല. നമുക്കൊന്നും മനസ്സിലായില്ല. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് മനസ്സിലാകുന്നില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്തുകൾ. ഒരുപാട് അനുഗ്രഹങ്ങൾ സൂറത്തുൽ നഹലിൽ തീർച്ചയായും നിങ്ങൾ നോക്കണ ഒഴിവുപോലെ വല്ലാഹു ഖലഖകും തുമ്മ യതവഫാകും. നിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചു, പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കുകയും ചെയ്യും. വമിൻകും മൻ യുറദ്ദു ഇലാ അർദിൽ ഉമർ. നിങ്ങളിൽ അർദിൽ ഉമർ വരെ നീട്ടിയിടപ്പെടുന്നവരുണ്ടാകും, വാർദ്ധക്യം എത്തുന്നത് വരെ. ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ശൈആ. ഇപ്പോൾ പല കാര്യങ്ങളും അവൻ അറിഞ്ഞിട്ടുണ്ട്. ഈ അറിഞ്ഞതിന് ശേഷം ഇനി ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നവണ്ണം നീട്ടിയിടുന്ന ആളുകൾ. അതായത് പറയുന്നത് ഓർമ്മല്ല, ചെയ്യുന്നത് ചെന്നി വീഴാനൊക്കെ പറയില്ലേ, അതാണ് ആ അവസ്ഥ അല്ലേ. പറയുന്നതും അറിയാത്ത, ചുറ്റുഭാഗത്തെ കുറിച്ച് അറിയാത്ത ആ അവസ്ഥയിൽ എത്തുന്നത് വരെ നീട്ടിയിടുന്ന ആളുകളുമുണ്ട്. وكم من صحيح مات من غير علة وكم من عليل عاش دهرا إلى دهره. സുന്ദരമായ ഒരു കവിത. എത്രയെത്ര യുവാക്കളാണ് യുവത്വം തുറക്കുന്ന പ്രായത്തിൽ ഒരു അസുഖവുമില്ലാത്ത അവസ്ഥയിൽ, അനാരോഗ്യമില്ലാത്ത അവസ്ഥയിൽ, ആരോഗ്യ ദൃഢഗാത്രരായിരിക്കെ എത്ര യുവാക്കളാണ് മരിച്ചു പൊഴിഞ്ഞു വീഴുന്നത്. എത്രയെത്ര രോഗികളാണ്, നിത്യരോഗികളാണ്, അവശരാണ്, ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്രയോ അനന്തമായ കാര്യങ്ങളോളം ഇന്ന് മരിച്ചു നാളെ മരിക്കുന്നൊക്കെ തോന്നും കണ്ടാൽ. ഈ മരിക്കുന്ന ലക്ഷണമൊന്നും അത് മരിക്കണില്ല. അങ്ങനെ എത്ര ആൾക്കാരെ നീട്ടിയിട്ടുണ്ട്. എന്നാൽ യുവാക്കള് വളരെ പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാത്തതിന്റെ ഇടയിൽ മരിച്ചു പോകുന്ന ആളുകളും ഉണ്ട്. ഇന്നലെ നമ്മളെ പുറത്തുപോയൊരു ഒരു മരണം നടന്നു. വളരെ റാഹത്തുള്ള ഒരു മരണം. അദ്ദേഹം എല്ലാ സമയവും 5 വഖത്തിനും അയാൾ ആ പള്ളിയിലുണ്ടാവും. ഇന്ന് ഞാൻ ആ ആളേക്ക് ഓർമ്മ വരുന്നില്ല, ആളാരാന്ന് മനസ്സിലാണില്ല. അപ്പൊ എന്നോട് ഒരാൾ പരിചയപ്പെടുത്തി എന്താന്ന് അറിയുന്നത്, നമ്മളെ ഇവിടെ ഇരിക്കുന്ന ആളാണ്. എവിടെ? പള്ളിയില് ഇവിടെ ഇരിക്കുന്ന ആളാണ്. മൂപ്പര് കൃത്യമായും പള്ളിയിൽ മിഹ്റാബിന്റെ വലത് സൈഡിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ മൂപ്പരുണ്ടാകുക. അവിടെ നിന്ന് ഖുർആൻ ഓതിയിട്ടും അവിടെ തന്നെ നിസ്കരിച്ച് 5 വഖത്തിനുണ്ടാവും. നേരത്തെ ഒന്ന് ഖുർആൻ ഓതിയിരുന്നു, നിസ്കാരം കഴിഞ്ഞിട്ടും കുറെ ഖുർആൻ ഓതി, എന്നിട്ടൊക്കെ ആൾ പോകുള്ളൂ. അപ്പൊ മനസ്സിലായി ആളാരാന്ന് മനസ്സിലായി. അത് നല്ല ഐഡന്റിറ്റിയും അല്ലേ. അയാളെ മരണോ
അപ്പള്ളിയിൽ തന്നെ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതിയിരുന്ന് പുറത്തിറങ്ങിയപ്പോ പെട്ടെന്ന് ഒരു തളർച്ച വന്നു. അപ്പൊ തന്നെ ആംബുലൻസ് വന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് അറിയിച്ചു. ആ പള്ളിയാണ് ഇപ്പൊ നാട്ടിൽ പോയിട്ട് 12 ദിവസമായിട്ട് വന്നിട്ട് നാട്ടിൽ പോയി 12 ദിവസമായിട്ടുള്ളതാണ് തിരിച്ചെത്തിയിട്ട് വിസിറ്റിനാ വന്നിട്ടുള്ളത്, മരിക്കാനായിട്ട് വന്നതുപോലെ. അദ്ദേഹം വർഷങ്ങളോളം വിവാദം ചെയ്ത പള്ളിയാണത്. വർഷങ്ങളോളം അദ്ദേഹം വിവാദം ചെയ്ത പള്ളി, വർഷങ്ങളോളം അദ്ദേഹം സ്നേഹിച്ചായിരുന്ന ആളുകൾ, പള്ളി, അദ്ദേഹം ഓതിയ ഖുർആനുകൾ, അതൊക്കെ ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങുമ്പോഴാണ് അദ്ദേഹത്തെ അല്ലാഹു തിരിച്ചു വിളിക്കുന്നത്. ഐഡന്റിറ്റി അതാണ്. ഇവിടെ നിന്നാണ് അങ്ങനെ പറയണല്ലേ. നമ്മൾ പിന്നെ ഇവിടെ ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ അടിയിലായപ്പം ഉണ്ടെന്ന ചങ്ങയില്ല, അല്ലെങ്കിൽ മറ്റേ ആ ഭൂകാലത്തിൽ പറ്റിക്കണേ എപ്പോ നോക്കിയാലും ഉണ്ടാവും. ഇവിടെ അങ്ങാടിയിൽ കാണാൻ നമ്മളാ ഫുട്ബോൾ മുമ്പിൽ ഇങ്ങനെ ഇതൊക്കെയാണ് ഓരോരുത്തരെ കുറിച്ച് പരിചയപ്പെടുത്താണ്ടാവുക. അല്ലേ, ഇത് നല്ലൊരു ഐഡന്റിറ്റി അല്ലേ? ഇങ്ങനെയുള്ള ഐഡന്റിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പോ മരണം അങ്ങനെയാണ്. എന്നാൽ നീട്ടിയിരുന്ന കുറെ ആളുകൾ എന്നിട്ടോ അവര് പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്നും അറിയാത്ത അവസ്ഥയിലെത്തുന്നവണ്ണം പറയണതും ഒന്നും ചെയ്യണമെന്നും ആൾക്കാർ ഓർമ്മണ്ടായിക്കോണമെന്നില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ നീട്ടിയിരുന്ന കുറെ ആൾക്കാരുണ്ട്. കാര്യങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനും തീരുമാനിക്കുന്നവനും അല്ലാഹുവാണ്. ഇതൊക്കെ പറയണ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അള്ളാഹുവിന്റെ ചില ചുറ്റുഭാഗത്ത് നടക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളെ കുറിച്ചു ഇതിനോട് അനുബന്ധമായ ചിലത് പറയാൻ മാത്രം. റിസ്ഖിന്റെ കാര്യത്തിൽ വിഭവങ്ങൾ നൽകുന്നതിൽ പോലും നിങ്ങളെ പലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠരാക്കി. എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടില്ല. ചില ആൾക്കാർക്ക് കുറെ കൊടുത്തു, ചില ആൾക്കാർക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ റിസ്ഖിൽ ശ്രേഷ്ഠരാക്കപ്പെട്ട ആളുകൾ, കൂടുതൽ വിഭവങ്ങൾ കൈവശമുള്ളവർ, അവരെന്ത് ചെയ്യും? അവർ അവരുടെ അടിമകൾക്ക് വീതിച്ചു നൽകും. അപ്പോൾ ആ റിസ്ഖിന്റെ കാര്യത്തിൽ അപ്പോൾ അവർ സമന്മാരാവും. എന്നാൽ അവർ യഥാർത്ഥത്തിൽ സമന്മാരുമല്ല. ആണോ? ഒരിക്കലല്ല. ഇതിന്റെ ഉടമസ്ഥൻ ഇവനാണ്, അതിന്റെ ഉടമസ്ഥൻ അവനാണ്. ഇവന്റെ ഉടമസ്ഥന് അങ്ങോട്ട് കൊടുത്തതാണ്. ഇവിടെ വേറൊരു ചോദ്യം അല്ലാഹുവിന്റെ, നിങ്ങളുടെ സമ്പത്തിന്റെയും മറ്റും ഉടമസ്ഥാവകാശത്തിൽ പോയി നിങ്ങൾ തുല്യരല്ല. അത് നിങ്ങൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല, ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എങ്ങനെ അല്ലാഹുവിന്റെ മിൽക്കിൽ നിങ്ങൾ മറ്റു ആളുകളെ ചേർക്കില്ല? ഭൂമിയും ആകാശവും ഇതൊക്കെ അല്ലാഹുവിന്റെ അധികാരങ്ങളാണ്. ഇത് പിന്നെ എങ്ങനെ നിങ്ങൾ വേറെ വിഭവങ്ങൾക്ക് അധികാരം ഊരിച്ചു കൊടുക്കല് എന്നാണ് ഇവിടെ ചോദ്യം. അല്ലാഹുവിന്റെ നിഅമത്തുകളെയാണോ അവർ നിഷേധിക്കുന്നത്? ഇനി നമുക്ക് വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്ന് ഇണകളെ അല്ലാഹു ആക്കി. നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഇണകളെ ആക്കി. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിലായിട്ട് മക്കളെയും അല്ലാഹു നൽകി, പൗത്രന്മാരെയും നൽകി. ഹഫദ എന്ന് പറഞ്ഞാൽ വേറെ കുട്ടികൾ എന്ന് പറയില്ലേ, മക്കളുടെ മക്കൾ. വറസഖകും മിനത് ത്വയ്യിബാത്ത്,